ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ 2026 ഒരു വിഷൻ ബോർഡ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വിഷൻ ബോർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ലൈഫിൽ വിഷൻ ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ക്ലാരിറ്റിയും ഫോക്കസൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ റിമൈൻഡറാണ്. അതായത് നമ്മളുടെ ലക്ഷ്യങ്ങളെ ഇമേജസ് അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെ അത് ഉപബോധ മനസ്സിനെ എപ്പോഴും നമ്മളുടെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുവഴി നമ്മളുടെ ഫോക്കസും നമ്മുടെ ബിലീഫ്, വിശ്വാസ്യതയും അതേപോലെ തന്നെ ഗോൾസുമായിട്ടുള്ള അലൈൻമെൻറ്റും എല്ലാം കൂടുകയാണ് ഇതുവഴി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്ന് നോക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു വിഷൻ ബോർഡ് എന്ന് നോക്കാം. അതെന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇമേജസ്, വേർഡ്സ് ആൻഡ് അഫർമേഷൻസ് ആണ്. അതായത് ഈ നമ്മളുടെ വിഷൻ ബോർഡിൻ്റെ അകത്ത് ഇമേജസ് ഉണ്ടാവും, ചിത്രങ്ങളുണ്ടാവും, വേർഡ്സ് ഉണ്ടാവും, പിന്നെ അഫർമേഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ കുറേ അധികം ഉറപ്പുകൾ നമ്മൾ കൊടുക്കുമല്ലോ, അപ്പോൾ അതെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും. ബെല്ലൈക്കൺ തന്നെ പ്രസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എത്തും. ഒരു വിഷൻ ബോർഡ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ വിഷൻ ബോർഡിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഫ്ലക്ട് ബിഫോർ യു ക്രിയേറ്റ് എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് നിങ്ങളെപ്പറ്റി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് ചോദിക്കേണ്ടത് ഹൗ ഡു ഐ വോണ്ട് ടു ഫീൽ ഇൻ 2026. അതായത് 2026 എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2026 എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുവാൻ പോകുന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇനി നെക്സ്റ്റ് ചോദിക്കേണ്ടത് വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ആം ഐ ബിക്കമിങ് എന്നുള്ളതാണ്. അതായത് ഞാൻ എങ്ങനെയുള്ള പേഴ്സൺ ആവണം, 2026 എങ്ങനെയുള്ള പേഴ്സൺ ആവണം എന്നുള്ളതാണ് അടുത്തത് ചോദിക്കേണ്ടത്. പിന്നെയുള്ളത് വാട്ട് ഡു ഐ വോണ്ട് മോർ ഓഫ്. അതായത് എനിക്ക് എന്താണ് കൂടുതലായി വേണ്ടത്. അതായത് നമുക്ക് സമാധാനമാണോ, പീസാണോ, കോൺഫിഡൻസ് ആണോ, അതായത് നമ്മളുടെ ആത്മവിശ്വാസമാണോ, ഫ്രീഡം, സ്വാതന്ത്ര്യമാണോ, അല്ലെങ്കിൽ വെൽത്താണോ, സമ്പാദ്യമാണോ, സമ്പത്താണോ, അല്ലെങ്കിൽ മണിയാണോ, ക്യാഷാണോ നമുക്ക് കൂടുതൽ വേണ്ടത്. ഇതിനെ പറ്റിയുള്ള ചെറിയ ചെറിയ കോഡ്സ് നിങ്ങൾക്ക് വിഷൻ ബോർഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പം ഞാൻ നമ്മളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക. അതിനുള്ള ആൻസർ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വിഷൻ ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള ചെറിയ കോഡ്സ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം നമ്മുടെ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് കൂടുതൽ നമുക്ക് കോൺഫിഡൻസ് തരുള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അതായത് സെക്കൻഡ് സ്റ്റെപ്പിൽ ഉൾപ്പെടുത്തുന്നത് ചൂസ് യുവർ ലൈഫ് ഏരിയാസ് ആണ്. അതായത് ഇപ്പം നമ്മളുടെ ലൈഫിൽ തന്നെ പല ഏരിയാസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വണ്ണാണ് പേഴ്സണൽ ഗ്രോത്ത്, പിന്നെ മണി ആൻഡ് കരിയർ, ഹെൽത്ത് ആൻഡ് വെൽനസ്, റിലേഷൻഷിപ്സ്, പിന്നെ പർപ്പസ് ആൻഡ് ഇമ്പാക്റ്റ്, പീസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇപ്പോൾ പേഴ്സണൽ ഗ്രോത്തിന് പറ്റിയിട്ടുള്ള കോഡ്സോ അല്ലെങ്കിൽ വേർഡിങ്സോ നിങ്ങൾക്ക് വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മണി ആൻഡ് കരിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ ആണെന്ന് ഇമ്പോർട്ടൻസ് എങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകം ഒരു കമ്പനിയിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ലോഗോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അതിൽ അഫർമേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ആയിട്ട്, ഇപ്പം അവിടെ ഏതെങ്കിലും ഒരു ഡെസിഗ്നേഷൻ, അവിടുത്തെ അക്കൗണ്ട്സ് മാനേജറാണ് നിങ്ങൾക്ക് ആവേണ്ടതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനി കൊടുക്കുക, അവിടെ അക്കൗണ്ട് മാനേജർ എന്നുള്ള ഒരു ടാഗും കൂടെ കൊടുക്കുക. ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക. പിന്നെ വേണ്ടത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമേജസ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ മണി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു
ക്യാഷിൻ്റെയോ അല്ലെങ്കിൽ മണിയുടെയോ സിമ്പിള് അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് വെക്കാം. ഹെൽത്ത് ആൻഡ് വെൽനെസ്സിനും അതേപോലെ തന്നെ ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അത് ഒട്ടിച്ച് വെക്കാം. പിന്നെ വരുന്നത് റിലേഷൻഷിപ്പിനും അങ്ങനെ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് 2026 നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്തെങ്കിലും ബെറ്റർ ആക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ, ഇനി പേഴ്സണൽ ഗ്രോത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് പങ്ക്ച്വാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താം. കൺസിസ്റ്റൻസി ഉൾപ്പെടുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താം. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ആണ് അല്ലെങ്കിൽ ഡിസിപ്ലിനൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താറുണ്ടെങ്കിൽ അങ്ങനത്തെ വേർഡിങ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ട്, അതായത് ഇപ്പം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പം നമ്മളെ പറ്റിയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, നമ്മളിങ്ങനെ ആവണം എന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് വേർഡിങ്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 3 നമുക്ക് സെലക്ട് ഇമേജസ് ആൻഡ് വേർഡ്സ് ആണ്. അതായത് ഇപ്പം നമുക്ക് ഈ വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണുന്നതാണല്ലോ. അതായത് ഇമേജസ് കാണുന്നതാണ്, അല്ലെങ്കിൽ റൈറ്റിങ്സ് കാണുന്നതാണ്, വേർഡിങ്സ് കാണുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമ്മുടെ മൈൻഡിൽ ക്യാപ്ചർ ആവുന്നത് വിഷ്വൽസ് ആയിരിക്കും അല്ലേ. നമുക്ക് വേർഡിങ്സിനേക്കാളും റൈറ്റിങ്സിനേക്കാളും നമ്മളുടെ മനസ്സിലെപ്പോഴും നിൽക്കുന്നത് ചിത്രങ്ങളായിരിക്കും. അപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഗോൾസിനോട് മാച്ച് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ടർ ആവാനായിട്ടാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ലാലേട്ടൻ്റെ പോലത്തേക്ക് ഫോട്ടോസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. കാരണം അതേപോലെയുള്ള ഒരു ആക്ടർ ആവാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്കൊരു വേറെ ഏതെങ്കിലും ഡാൻസറൊക്കെയാണ് ആവാൻ ഉദ്ദേശമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഡാൻസറിൻ്റെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ റോൾ മോഡൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നത് വേർഡ്സ് ആണ്. വേർഡ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ട്, അതായത് നമ്മളോട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന വേർഡ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കാം, കൺസിസ്റ്റൻറ്റ്, കോൺഫിഡൻറ്റ്, അലൈൻഡ്, അബണ്ടൻറ്റ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. കാം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ശാന്തമായിട്ടിരിക്കുക. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരത ഉണ്ടാവുക എല്ലാ കാര്യത്തിലും. പിന്നെ കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി എന്നൊക്കെ പറയില്ലേ, അതേപോലെ. പിന്നെ അലൈൻഡ് ആവും എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഗോൾസായിട്ട് അടുത്തടുത്ത് വരുന്ന എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. പിന്നെ അബണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാവുന്നൊരു സിറ്റുവേഷനാണ്. അപ്പം അതൊക്കെ എല്ലാം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഇനി 4th സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് അഫർമേഷൻസ് എന്നാണ്. അതായത് നമുക്ക് പ്രസൻറ്റ് ടെൻസിലുള്ള അഫർമേഷൻസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എഴുതേണ്ടത്. അതായത് നമ്മളുടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആയിട്ട് വേണം നമ്മൾ ആ അഫർമേഷൻസ് എഴുതാനായിട്ട്. അപ്പോൾ ഞാൻ 1-2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഐ ആം ലിവിങ് ഇൻ എ കാം ആൻഡ് സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സമാധാനത്തിലും അതേപോലെ തന്നെ സക്സസ്ഫുള്ളും വിജയകരമായിട്ടുള്ള ലൈഫിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പിന്നെ വരുന്നത് ഞാൻ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ എന്നും മണി അല്ലെങ്കിൽ ക്യാഷിനെ, പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നു. അതായത് ഐ ആം അട്രാക്റ്റിംഗ് മണി എവറി ഡേ, അതാണ് സെക്കൻഡ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എൻ്റെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. മണി അഫർമേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഡെയിലി അഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേസ് ഇറ്റ് വേർ യു വിൽ സീ ഇറ്റ്. അതായത് ഇപ്പം നിങ്ങൾക്ക് എവിടെയാണോ എളുപ്പത്തിൽ ഒരു ഇമേജ് കാണുന്നത് അല്ലെങ്കിൽ ചിത്രം കാണുന്നത് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കിയത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇപ്പം ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ സ്റ്റെപ്സ് ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇത് വെക്കാം. പിന്നെ സ്റ്റഡി ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഫോൺ വാൾപേപ്പറായിട്ട് കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം ഇത് പ്രിൻ്റൊന്നും എടുക്കാതെ ഫോൺ വാൾപേപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ജേർണലൊക്കെ എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഇമേജ് പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ് ഫസ്റ്റ് പേജിൽ തന്നെ. അപ്പോൾ ജേർണൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ
ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണുക. നമ്മൾ കൂടുതൽ ഈ ഒരു ഇമേജ് കാണുമ്പോൾ നമ്മളുടെ ഫോക്കസ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഫോക്കസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ വിഷൻ ബോർഡ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവും. അത് ഒരു റൂട്ടീൻ പോലെ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും രാവിലെ ഒരു 30 to 60 സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റ് പോലും നിങ്ങൾ ശരിക്കും നോക്കേണ്ട കാര്യമില്ല. 1 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കുക. 30 to 60 സെക്കൻഡ്സ് നമ്മളുടെ വിഷൻ ബോർഡിൽ നോക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതായത് നന്ദി പറയുക. നമുക്ക് ഈ ഒരു സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ നന്ദി പറയുക. റിയൽ സിറ്റുവേഷനിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നെ നമ്മൾ ഈ ഓരോ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ അലൈൻഡ് ആക്ഷൻസ് ഓരോ ദിവസം ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയെന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മൾ ആക്ഷൻസ് ഒന്നും ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ വിഷൻ പ്ലസ് ആക്ഷനാണ് നമ്മളുടെ റിസൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ട് എപ്പോഴും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷനും കൂടെ അതിന് വേണം. ഇനി വിഷൻ ബോർഡ് 2026 റിമൈൻഡർ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പം നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങൾ അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്തു, അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. നമ്മൾ ഒരിക്കലും ഐഡിയൽ ആയിട്ട് ഇരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ പല ഡിസിഷൻസും നമ്മൾ പല ടൈമിലും എടുക്കാറുണ്ട്. അപ്പോൾ അതിനൊന്നും ചിലപ്പോൾ ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ വിഷൻ ബോർഡ് ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സിനെയും ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഗോൾസിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണ് നമ്മളുടെ ഈ വിഷൻ ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിസിഷൻസ് നമുക്ക്, അല്ലെങ്കിൽ ഒരു ചോയ്സ് കറക്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി എൻ്റെ ഒരു വിഷൻ ബോർഡ് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നമുക്ക് ക്യാൻവ എന്നൊരു ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷനിലാണ് ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പിൻട്രസ്റ്റിൽ നിന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തു. എനിക്കിഷ്ടമുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മുടെ ക്യാൻവയുടെ പോയിട്ട് ന്യൂ ഡിസൈൻസ് എടുത്തിട്ട് അതിൽ A4 പേപ്പർ സൈസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസ് എല്ലാം അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് കളർ പ്രിൻ്റ് എടുത്തു. കളർ പ്രിൻറ്റിന് നമുക്കൊരു 10 രൂപയെ വരുള്ളൂ. എന്നിട്ടൊരു ചാർട്ട് പേപ്പർ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ആ ചാർട്ട് പേപ്പറിൽ ജസ്റ്റ് ഒരു ഫെവിക്കോളിൻ്റെ ഒരു ഗമ്മും കൂടെ നമ്മൾ വാങ്ങിക്കുക. ഒരു ഹാർഡ്ലി ഒരു 100 റുപ്പീസിൽ താഴേക്കേ വരുള്ളൂ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. വീട്ടിൽ വന്നിട്ട് സിസേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഫോട്ടോസ് എല്ലാം കട്ട് ചെയ്തു. എന്നിട്ട് അതെല്ലാം നമ്മളുടെ ഈ പറഞ്ഞ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചതിന് ശേഷം ഞാൻ കിടക്കുന്ന ബെഡ്റൂമിൽ ഞാനത് പ്ലേസ് ചെയ്തു. എനിക്കെപ്പോഴും കാണുന്ന ഒരു പ്ലേസിൽ ഞാനത് വെച്ചു. അപ്പോൾ ചാർട്ട് പേപ്പറിനൊക്കെ നമ്മളുടെ ഈ ഒരു പ്രിൻറ്റിനൊക്കെ റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്കിപ്പം എൻ്റെ വിഷൻ ബോർഡ് കാണാം. ഞാൻ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെൻ്റെ കുറേ വിഷൻസും കാര്യങ്ങളും, ഡ്രീം ഹോം ഉണ്ട്, ഡ്രീം കാറുണ്ട്, പിന്നെ നമ്മുടെ ഡ്രീം ജോബിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ജസ്റ്റ് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ എൻ്റെ ഹെൽത്ത്, റെഗുലർ എക്സസൈസ് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, നിങ്ങൾക്ക് വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ വാൾപേപ്പറായിട്ട്, അതായത് നമ്മളുടെ ഫോൺ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മളുടെ ഫോണിൻ്റെ വാൾപേപ്പറാണ് അല്ലേ. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും, ഇപ്പം ഇത് വീഡിയോ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ വാൾപേപ്പർ സെറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അറിയണം എന്നില്ല. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് വാൾപേപ്പറായിട്ട് നോക്കുക, അല്ലെങ്കിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മുടെ കയ്യിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഗൂഗിളിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതൊരു കൊളാഷ് ആക്കിയതിന് ശേഷം
നമ്മളുടെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുക. എന്നും ആ ഒരു വാൾപേപ്പർ കാണുമ്പോൾ നമുക്ക് തന്നെ മാറ്റങ്ങൾ വന്ന് തുടങ്ങും ഷുവറായിട്ടും. എൻ്റെ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്വപ്നമല്ല, അതൊരു ഡയറക്ഷനാണ് ശരിക്കും. അതായത് നമ്മളുടെ ലക്ഷ്യങ്ങളെ ഡയറക്റ്റ് ചെയ്ത് വിടുന്ന ഒരു അത്ഭുത ചക്രമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളും ഈ ഒരു വിഷൻ ബോർഡ് 2026 റെഡിയാക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അങ്ങനെ നിറവേറട്ടെ. എല്ലാവരുടെയും ഗോൾ ഇപ്പം നിങ്ങൾ വിഷൻ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സാധ്യമാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ ആണ് ഞാൻ വിഷ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഈ ഒരു 2026 എന്ന് പറയുന്നത് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആവട്ടെ. എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിഷൻ ബോർഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.